അപ്പം നമ്മുടെ ഇന്നത്തെ കഥ ഒരു ഗംഭീര മാരക സിനിമയാണ്. നാടിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സീരിയൽ കില്ലർ, അവരെ പിടിക്കാൻ നോക്കുന്ന പോലീസുകാര്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു സാധാരണ ടിപ്പിക്കൽ സൈക്കോ കഥയല്ലേ, ഇതിലിപ്പോൾ എന്താണുള്ളത്? എന്നാൽ ഉണ്ട്. ഒരു സാധാരണ സൈക്കോ കഥ പറയുന്നത് പോലെയല്ല ഈ സിനിമയുടെ കഥ പോകുന്നത്. ടോട്ടലി ഡിഫറെന്റ് രീതിയിലാണ് ഈ സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റാണ് ഈ സിനിമേനെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത്. ഒരു ഗംഭീരമായിട്ടുള്ള ട്വിസ്റ്റ്. എന്നാൽ സാധനം ഇച്ചിരി ഡാർക്കാണ്. ഡാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഡാർക്കാട്ടാ. ചിലർക്ക് ഈ സിനിമ തുടക്കം തൊട്ടിട്ട് കുറച്ച് ലേഗായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ അവസാനം വരെ കാണുക, ഒരു ഗംഭീര ട്രീറ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത്ര മാത്രമേ ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ലേഖടിക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. ഒരു രാത്രി രണ്ട് കൊലയാളികൾ ഒരു വീട്ടിൽ കയറുന്നു. ആ വീടിനകത്തുള്ളവർ നല്ല ഉറക്കാണ്. ഒരു സ്ത്രീയുണ്ട്, ഒരു പുരുഷനുമുണ്ട്. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ ലവേഴ്സാണോ അറിയില്ല. അങ്ങനെ ഈ കൊലയാളികൾ ആ സ്ത്രീയുടെ മുമ്പിലിട്ട് അയാളെ തലയ്ക്കടിച്ചു കൊല്ലുന്നു. അയാളുടെ തലയോട്ടി പിളർന്ന് തലച്ചോറ് പുറത്തു വരുന്നതുവരെ മൃഗീയമായിട്ടടിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആ സ്ത്രീയാണെങ്കിൽ പേടിച്ചോടുകയാണ്. എന്നാൽ ഒരു വൈറ്റ് കളർ വാന് കൊണ്ട് അവളുടെ പിന്നാലെ പോവുകയാണ് ഈ കൊലയാളികൾ. അങ്ങനെ രാവിലെയായി. അപ്പോഴാണ് ഈ സ്ഥലം മുഴുവനായിട്ടൊന്ന് കാണിക്കുന്നത്. നീണ്ടു നിവർന്നു കിടക്കുന്ന ഹൈവേ, അടുത്തൊന്നും വീടുകളോ കടകളോ ഈവൻ പെട്രോൾ പമ്പ് പോലുമില്ല. ഈ ഹൈവേയുടെ ചുറ്റിനും തരിശായിട്ട് കിടക്കുന്ന ഭൂമി മാത്രം. ഇതാണ് ഈ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ. അവിടെയുള്ള പോലീസുകാർ ഭയങ്കര ടെൻഷനിലാണ്. ഇങ്ങോട്ട് വരാൻ പോകുന്ന FBI ഏജൻസിനെ കാത്തിരിക്കുകയാണ് ദി എൻറ്റയർ പോലീസ് സ്റ്റേഷൻ. അവർക്ക് മാത്രം തെളിയിക്കാൻ പറ്റുന്ന ഏതൊരു വലിയ കേസുണ്ട് ഇവിടെ. ഈ ഇരിക്കുന്ന സ്ത്രീ, അതേപോലെ ഈ കുട്ടി, ഇവരാണ് ഈ കേസിലെ പ്രധാന സാക്ഷികൾ. പിന്നെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന ഈ പോലീസുകാരൻ. അയാളുടെ കയ്യിൻ്റെ മേളിലാണെങ്കിൽ ഒരു പരിക്കുണ്ട്. അങ്ങനെ അവർ കാത്തിരുന്ന FBI ഏജൻസ് വന്നു, സാം ആൻഡ് എലിസബത്ത്. ഇവർ രണ്ടുപേരും ലവേഴ്സാണ്. പക്ഷെ അതൊന്നും പുറത്തറിയില്ലാട്ടാ. വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം അത്. അല്ല സാം, ഒരു ചെറിയ കുട്ടിയാണ് ദൃക്സാക്ഷി, നിന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് പുറത്തേക്കങ്ങ് ഇറങ്ങുന്നു. അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. അവിടെയുള്ളൊരു പോലീസ് വണ്ടി അടിച്ച് തകർക്കപ്പെട്ട നിലയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവരകത്തോട്ട് കയറുന്നു. ഇതാണ് ഇവിടുത്തെ ചീഫ്. ഇവൻ ഡെക്രാസോ, ഇവൻ റൈറ്റ്. ഇവിടെയുള്ള പോലീസുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കും ഒരു സീരിയസ്നെസ് ഇല്ല. ഉഴപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തുഴപ്പാ. അങ്ങനെ ചീഫ് കേസിനെ കുറിച്ച് പറയുന്നു. രണ്ട് ഐ വിറ്റ്നസ് ആണുള്ളത്, ബോബി ആൻഡ് സ്റ്റെഫനി. ഇതിലെ സ്റ്റെഫനിയാണ് നേരത്തെ കണ്ട കൊച്ചുകുട്ടി. പിന്നെ ബോബി കണ്ടതെല്ലാം വലിച്ചു കയറ്റി വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. സോ പറയുന്നതെല്ലാം സത്യമാണോ കളവാണോ ഒന്നും അറിയില്ല. എന്നാൽ അവർ സാക്ഷികളായിട്ട് മാറിയ ഈ കേസിൽ രണ്ട് പോലീസുകാർ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിലത്തെ ഒരു പോലീസുകാരൻ ഇന്നലെ വൈകുന്നേരം കൊല്ലപ്പെട്ടു. രണ്ടാമത്തെ പോലീസുകാരനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നത്. സോ മരിച്ചുപോയൊരു പോലീസുകാരൻ, മരിക്കാത്തൊരു പോലീസുകാരൻ, തമ്മിൽ ബന്ധമില്ലാത്ത രണ്ട് സാക്ഷികളും. ഇത്ര മാത്രമേ നമുക്കിപ്പോൾ ക്ലാരിറ്റി ഉള്ളൂ. മുന്നോട്ട് പോകുന്തോറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ സാം എത്രയും വേഗം എല്ലാവരും ചോദ്യം ചെയ്യാൻ പറയുന്നു. എന്നാൽ ഒരു നോർമൽ രീതിയിലല്ല. സ്റ്റെഫനിയെ ചോദ്യം ചെയ്യാൻ എലിസബത്തിനെ നിയമിക്കുന്നു. ബോബീനെ ചോദ്യം ചെയ്യാൻ ഡെക്രാസോനെയും റൈറ്റിനെ ഏൽപ്പിക്കുന്നു. ആൻഡ് രക്ഷപ്പെട്ട പോലീസുകാരനായ അലക്സിനെ ചോദ്യം ചെയ്യാൻ ചീഫിനെ ഏൽപ്പിക്കുന്നു. ഈ ചോദ്യം ചെയ്യലെല്ലാം സാം വാച്ച് ചെയ്യും ക്യാമറ വഴി. അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കുന്നു. ഈ സമയത്താണ് സാം കുറച്ച് ഫോട്ടോസ് കാണുന്നത്. അതും ഇന്നലെ രാത്രി മരിച്ച അതേ ആളുടെ ഫോട്ടോ. സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ രണ്ട് കൊലയാളികൾ കുറെ കാലമായി പോലീസിനെ ഇട്ട് വട്ടം ചുറ്റിക്കുകയാണ്. മാസ്കും ധരിച്ചാണ് അവരോരോരുത്തരെയും കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ജാനറ്റ്, ഈ സ്റ്റേഷനിലെ വനിതാ പോലീസ്. അങ്ങനെ ഈ സമയത്താണ് എലിസബത്ത് സ്റ്റെഫനിയെ കാണാൻ പോകുന്നത്. അവൾ ആകെ പേടിച്ചിരിക്കുകയാണ്. ഇത്രയും ചെറിയ കുട്ടി, അവളുടെ കൂടെ പേരൻസ് ഇല്ല, ആരുമില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല. അപ്പോഴാണ് എലിസബത്ത് ഒരു ബുദ്ധി യൂസ് ചെയ്യുന്നത്. സ്റ്റെഫനി, നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ നീ പറയണ്ട. നിനക്ക് വരച്ച് കാണിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് ക്രയോൺസാണ് സ്റ്റെഫനിക്ക് ഓഫർ ചെയ്യുന്നത്. കുട്ടികളാണ്, പെയിൻറ്റിങ്സ്, ടോയ്സ്, ക്രയോൺസ് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് സ്റ്റെഫനി ഓക്കെ പറയുന്നു. ഇവിടെ അലക്സ് ആണെങ്കിൽ ആകെ ഭ്രാന്തിലാണിരിക്കുന്നത്. അങ്ങർക്ക് ദേഷ്യം വരാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മരണം, അതായത് മരിച്ച പോലീസുകാരൻ. രണ്ട്, ഈ കേസ് FBI ഏറ്റെടുക്കുന്നതിൽ അങ്ങേർക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ പന്ന കൊലയാളികൾ, അവന്മാർ കാരണം ജീവിക്കാൻ പറ്റാണ്ടായി. ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ.
ഞാനായിട്ട് തുടങ്ങി വെച്ച് ഏറ്റെടുക്കാൻ ഒരു FBI വരണ്ട. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചേ പറ്റുള്ളൂ. പിന്നെ ആ കൊലയാളികൾ കാരണം നിന്റെ സുഹൃത്ത് മരിച്ചതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇപ്പം ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഓരോരുത്തരെയും വേറെ വേറെ റൂമിലോട്ട് കൊണ്ടുപോകുന്നു ചോദ്യം ചെയ്യാനായിട്ട്. അങ്ങനെ ചീഫ് അലക്സിനോട് തുടക്കം മുതൽ പറയാൻ പറയുന്നു. ഇന്ന് രാവിലെ ഞാനും ഫ്രാങ്കും കൂടെ കോഫി കുടിക്കാൻ പോയി. അവിടെ വെച്ചിട്ടാ എല്ലാത്തിൻ്റെയും തുടക്കം. ഈ ഫ്രാങ്ക് എന്ന് പറയുന്നത് മറ്റേ മരിച്ച പോലീസുകാരനാട്ടാ. പിന്നെ ഇങ്ങേര് പറയുന്ന ഈ കോഫി കൂടി എന്താണെന്നറിയണ്ടേ? ഡിപ്പാർട്ട്മെൻ്റ് വക കിട്ടിയിട്ടുള്ള മുഴുവൻ ബുള്ളറ്റുകളും ചുമ്മാ പൊട്ടിച്ചു തീർക്കുക, വെറും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി. അവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കോഫി കുടി ചായ കുടി എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നത്. ഇവർ രണ്ടുപേരും കറപ്ഷൻ്റെ അങ്ങേയറ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവഴി ഒരു ട്രക്ക് പോകുന്നത്. അതിനകത്തുള്ള ഡ്രൈവറാണെങ്കിൽ ആകെ പാനിക്കായിട്ടാണ് ഇരിക്കുന്നത്. സാറേ, ഞാൻ ഡെലിവറിക്ക് പോയതാ, പക്ഷെ ഞാനവിടെ കണ്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാ എന്നും പറഞ്ഞ് അഡ്രസ്സ് അങ്ങ് കൊടുക്കുന്നു. പിന്നെ അവരൊന്നും നോക്കിയില്ല. എന്താ സംഭവം എന്നറിയാൻ വേണ്ടി അവൻ കൊടുത്ത അഡ്രസ്സിലോട്ട് പോയി നോക്കുന്നു. അവിടെയാണെങ്കിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടുണ്ട്, ചുറ്റിനും ചോര. ഇതാണ് സിനിമയുടെ ഫസ്റ്റ് സീനിൽ കണ്ട ആ കപ്പിൾസിൻ്റെ വീട്. അതിനകത്തുനിന്നാണ് അയാളുടെ ശവം പോലീസുകാർ കണ്ടെടുക്കുന്നത്. ഇനിയാണ് ബോബിക്ക് പറയാനുള്ള കഥ. സർ, ഞാനും എൻ്റെ ബോയ്ഫ്രണ്ടും കൂടെ ഒരു ഇൻ്റർവ്യൂവിന് പോയതാ എന്നും പറഞ്ഞാണ് കഥയുടെ തുടക്കം. എന്നാൽ യാഥാർത്ഥ്യം അതൊന്നുമല്ല. ഡ്രഗ്സ് വാങ്ങാനാ ഇവളും ഇവളുടെ ബോയ്ഫ്രണ്ടായ ജാക്കും കൂടെ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവർക്ക് സാധനം കൊടുക്കുന്ന ആള് കണ്ടതെല്ലാം വലിച്ചു കയറ്റി തട്ടിപ്പോകുന്നു. ഇയാളുടെ കയ്യിലാണെങ്കിൽ ഇല്ലാത്ത സാധനമില്ല. ഡ്രഗ് അഡിക്റ്റായ ബോബിക്കും ജാക്കിനും അയാളുടെ മരണം ഒരു ലെക്കായിരുന്നു. കയ്യിൽ കിട്ടിയ ഡ്രഗ്സ് കൊടുത്ത് വേഗം തന്നെ സ്ഥലം വിടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സും ഫ്രാങ്കും കൂടെ ക്രൈം സീനിലെത്തുന്നത്. എന്നിട്ട് പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്തതിന് ശേഷം അവരുടെ സ്ഥിരം പരിപാടിക്ക് പോകുന്നു. അങ്ങനെ ഈ സമയത്താണ് സ്റ്റെഫനി എലിസബത്ത് പറഞ്ഞതുപോലെ ചിത്രം വരയ്ക്കാനൊരുങ്ങുന്നത്. അതിനോടൊപ്പം അവളുടെ കഥയും കൂടി അങ്ങ് പറയുന്നു. ഒരു നോർമൽ വെക്കേഷൻ യാത്ര. അച്ഛൻ, അമ്മ, ബ്രദർ, ഇവർ 4 പേരും കൂടെ യാത്ര തിരിച്ചു. എന്നാൽ സ്റ്റെഫനിക്ക് ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവളുടെ കൂടെയുള്ള സ്വന്തം അച്ഛനല്ല, സ്റ്റെപ്പ് ഫാദറാണ്. അവളുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചു കാലമായി. അതുകൊണ്ട് സ്റ്റെപ്പ് ഫാദറുമായിട്ടുള്ള പുതിയ ലൈഫിനോട് അവൾക്ക് ഒത്തുപോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോബീനെയും ജാക്കിനെയും കാണിക്കുന്നത്. 2 പേരും ഓരോന്ന് വലിച്ചു കയറ്റി വല്ലാത്തൊരവസ്ഥയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ബോധം എന്ന് പറയുന്ന സാധനം ഏഹേ. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ തൽക്കാലം ഒന്ന് വണ്ടി നിർത്തുന്നു. അപ്പോഴാണ് ബോബി സ്റ്റെഫനിയെ ആദ്യമായിട്ട് കാണുന്നത്. അവരുടെ വണ്ടിയും റെസ്റ്റ് എടുക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സമയത്താണ് അലക്സിനെയും ഫ്രാങ്കിനെയും കാണിക്കുന്നത്. ക്രൈം സീനിലെ പ്രൊസീജിയേഴ്സിന് ശേഷം ഒരു പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, ആ പരിപാടിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ചോദ്യം ചെയ്യലിൽ ജസ്റ്റ് ഒരു പെട്രോളിംഗ് എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ ആ പെട്രോളിങ്ങിൻ്റെ മറവിൽ ഒരുമാതിരി വൃത്തിയട്ട ഭ്രാന്താണ് രണ്ടും കൂടെ കാണിച്ചു കൂട്ടുന്നത്. സ്നൈപ്പർ എടുക്കുന്നു, റോട്ടിൽ കൂടെ പോകുന്ന കാറിന്റെ ടയർ അങ്ങ് പൊട്ടിക്കുന്നു. ദൂരെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ അവരുടെ വിചാരം നോർമലി ടയർ പൊട്ടിയതാണ്. അങ്ങനെ ഇവരെന്നെ ടയർ പൊട്ടിച്ച് ഒന്നും അറിയാത്തതുപോലെ സർ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അവരുടെ ഫ്രണ്ടിലോട്ട് അങ്ങ് പോവും. ഇവര് ടയർ പൊട്ടിച്ചിട്ടുള്ള കാറ് ഒരു പഴയ മോഡൽ ബ്ലൂ കളർ കാറാണ്. ഇതാണ് ഈ കാറിന്റെ ഓണർ കീത്ത്. കീത്തിന്റെ കൂടെ അവന്റെ ഗേൾഫ്രണ്ട് ഉണ്ട് ട്ടാ. അങ്ങനെ അലക്സ് ആൻഡ് ഫ്രാങ്ക് ഗണ്ണെടുക്കുന്നു. എന്നിട്ട് അവരെ മാക്സിമം ഹറാസ് ചെയ്യുന്നു. അവരാകെ പേടിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. പോലീസുകാരുടെ കയ്യിലാണെങ്കിൽ ഗണ്ണാണ്. എതിർത്തിട്ട് എന്തേലും ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവും. സോ മിണ്ടാതിരുന്ന് അവർ പറയുന്നതെല്ലാം കേൾക്കുക. അതല്ലാതെ അവർക്ക് വേറെ മാർഗവുമില്ല. അങ്ങനെ അലക്സ് അവരുടെ വോളറ്റ് വാങ്ങുന്നു, ക്യാഷ് എടുക്കുന്നു, സ്ഥലം വിടുന്നു. ഇത്രയും നാറിയ കളി കളിക്കുന്ന ആൾക്കാരാ അലക്സ് ആൻഡ് ഫ്രാങ്ക്. എന്നിട്ടോ കഥ പറയുന്ന സമയത്ത് ചീഫിനോട് പറയുന്നത് ഓവർ സ്പീഡ് കാരണം ഒരു കാറിനെ നിർത്തിച്ചു, വാണിംഗ് കൊടുത്തു എന്നൊക്കെയാണ്. ഇതേ സമയം സ്റ്റെഫനി ഒരു ചിത്രം വരക്കുന്നു, എലിസബത്തിന് കൊടുക്കുന്നു. അവൾ അപ്പം തന്നെ ആ ചിത്രം കൊണ്ട് പോകുന്നത് സാമിൻ്റെ അടുത്തോട്ടാ. അത് കണ്ടിട്ട് അങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ആ ചിത്രം എന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇവിടെ എലിസബത്ത് ആണെങ്കിൽ സ്റ്റെഫിനിയുമായിട്ട് ഇമോഷണലി കണക്റ്റഡായി. അങ്ങനെ സ്റ്റെഫിനി കഥയുടെ ബാക്കി പറയുന്നു. കാറിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് അവൾ വല്ലാത്തൊരു കാഴ്ച കാണുന്നത്. ഒരു വൈറ്റ് കളർ വാൻ. അതിൻ്റെ ബാക്ക് ഡോറ് ആരോ അടയ്ക്കുന്നു. അത് മാത്രമല്ല, ആ വാനിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബ്ലൂ കളർ ഓൾഡ് മോഡൽ കാറുണ്ട്. അതിൻ്റെ ടയറാണെങ്കിൽ പൊട്ടിയിരിക്കുന്നു. നിലത്താകെ ചോരയും. ടയർ പൊട്ടിയ ബ്ലൂ കാർ അത് വേറെ ആരുടെയല്ല, കീത്തിൻ്റെയാണ്. പിന്നെ വൈറ്റ് കളർ വാൻ, സിനിമയുടെ തുടക്കത്തിൽ കണ്ട അതേ കൊലയാളികളുടെ വാൻ. ഈ ചോരയൊക്കെ കണ്ട് സ്റ്റെഫിനിയാണെങ്കിൽ വേഗം തന്നെ തൻ്റെ പേരൻസിനോട് കാര്യം പറയുന്നു. എന്നാൽ അവർക്കിതൊന്നും കേൾക്കാൻ ഒട്ടും സമയമില്ല. പാട്ടും വെച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും കൂടെ. ഇവരുടെ പുറകിലായിട്ട് ജാക്കും ബോബിയും ഉണ്ട്. അവരും ആ ബ്ലൂ കളർ കാറിനെ ക്രോസ് ചെയ്യുന്നു. പക്ഷെ അടിച്ചു കിറങ്ങിയിരിക്കുന്ന രണ്ടിനും അതൊന്നും കേൾക്കാനോ കാണാനോ സമയമില്ല. അങ്ങനെ കുറച്ചു ദൂരം പാസ് ചെയ്യുന്നു.
അപ്പോഴാണ് അലക്സ് ആൻഡ് ഫ്രാങ്ക് സ്റ്റെഫനിയുടെ കാറ് കണ്ട്. പിന്നെ പറയണ്ടല്ലോ, ഗണ്ണെടുക്കുന്നു, സ്ഥിരം പരിപാടി അങ്ങ് കാണിക്കുന്നു. നൈസായിട്ട് ടയർ പൊട്ടിക്കുകയാണ് അലക്സ്. ഇവർ ദൂരത്തായോണ്ട് തന്നെ വെടികൊണ്ടിട്ടാണ് ടയർ പൊട്ടിയെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല, അലക്സിനും ഫ്രാങ്കിനും ഒരു വെടിക്ക് 2 പക്ഷീനെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് പുറകിലായിട്ട് വരുന്ന ജാക്ക് ആൻഡ് ബോബി. അങ്ങനെ അലക്സും ഫ്രാങ്കും കൂടെ അവരുടെ അടുത്തോട്ട് പോകുന്നു. എന്നാൽ ഇപ്രാവശ്യം വോളറ്റും ക്യാഷും മാത്രമല്ല അവരുടെ ലക്ഷ്യം. ബോബീനെയും സ്റ്റെഫനിയുടെ അമ്മേനെയും കണ്ടിട്ട് 2 പേർക്കും വല്ലാത്തൊരു കാമക്കടി. സോ ഗണ്ണെടുക്കുന്നു, എല്ലാവരെയും പേടിപ്പിക്കുന്നു. എന്നാൽ കിസ് വരെയാണ് അവർ 2 പേരും പോകുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ട് കാര്യങ്ങളൊന്നും പോകുന്നില്ല. സ്റ്റെഫനിയുടെ അച്ഛനെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ടാ അവളുടെ അമ്മേനെ കിസ് ചെയ്യുന്നത്. സ്റ്റെഫനിയാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയാണ്, അവൾക്ക് എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അലക്സ് ആണേലോ ബോബിയുടെ നേർക്ക് ഗണ്ണ് ചൂണ്ടുന്നു. എന്നിട്ട് വല്ലാതെ ഹറാസ് ചെയ്യുന്നു. അവളെ ഭയപ്പെടുത്തിക്കൊണ്ട് ജാക്കിനെ സ്നേഹിക്കില്ല എന്ന് അങ്ങേരുടെ മുഖത്ത് നോക്കി പറയാൻ പറയുന്നു. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സെയിം അവസ്ഥയാണ് സ്റ്റെഫനിയുടെ ഫാമിലിക്കും. ഓരോരുത്തർ കരയുന്നത് കാണുമ്പോൾ ഇവർക്ക് വല്ലാത്ത സന്തോഷമാണ്. അങ്ങനെ കിട്ടിയ കാശും അനുഭവിച്ച സന്തോഷവും കൊണ്ട് തിരിച്ചു പോകാനിരിക്കുമ്പോഴാണ് സ്റ്റെഫനി അലക്സിൻ്റെ അടുത്തോട്ട് പോകുന്നത്. എന്നിട്ട് അവൾ കണ്ട ആ മാരക കാഴ്ചയെക്കുറിച്ച് അങ്ങ് പറയുന്നു. സാറേ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബ്ലൂ കളർ കാറും വൈറ്റ് കളർ കാറും കണ്ടു. ഈ ബ്ലൂ കളർ കാറ് ആകെ തകർന്ന നിലയിലായിരുന്നു. നിലത്താകെ ചോര. മോള് കുറേ ഹൊറർ പടങ്ങളൊക്കെ കാണാറുണ്ടല്ലേ? നീ ചെല്ല്, ചുമ്മാ ഭ്രാന്ത് പിടിപ്പിക്കാണ്ട്. അവളുടെ ഒരു കാറും ചോരയും. സാറേ, ചോര എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ കാറിൻ്റെ ടയർ പൊട്ടിയ നിലയിലായിരുന്നു. ഇത് കേട്ടേക്ക് അലക്സും ഫ്രാങ്കും കൂടെ വാങ്ങിച്ചെടുത്ത ക്യാഷ് അങ്ങ് തിരിച്ചു കൊടുക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ബ്ലൂ കളർ കാറും ടയറിൻ്റെ കേസും കൂടെ അറിഞ്ഞപാട് അത് കീത്തിൻ്റെ കാറാണ് അവർക്ക് മനസ്സിലായി. ഈ സ്റ്റെഫനി വേറെ എവിടെയെങ്കിലും പോയിട്ട് മൊഴി കൊടുത്താൽ പോലീസുകാർ വരും, നീലക്കാർ ചെക്ക് ചെയ്യും. അതോടുകൂടെ ടയറിനകത്തുള്ള ബുള്ളറ്റ് ഇവരുടെ ബുള്ളറ്റാന്ന് പോലീസുകാർക്ക് മനസ്സിലാവും. സോ ആ ബ്ലൂ കാറിന് എന്തൊക്കെ പറ്റിയിട്ടുണ്ടോ അതെല്ലാം അലക്സിന്റെയും ഫ്രാങ്കിന്റെയും തലയിലാവും. അതുകൊണ്ടാണ് കിട്ടിയ ക്യാഷും തിരിച്ചു കൊടുത്ത് നേരെ അങ്ങോട്ട് പോകുന്നത്, അതും ആ ബ്ലൂ കാർ ചെക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ടയർ മാറ്റാനിരിക്കുന്നത്. കമ്പനിക്കിപ്പോൾ ബോബിയുണ്ട്, ജാക്കും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റെഫനി വരച്ച ആ ചിത്രം നമുക്കങ്ങ് റിവീലാക്കി തരുന്നത്. ഒരു വാനിന് ചുറ്റും ചത്ത് മലച്ച് കിടക്കുന്ന ഡെഡ് ബോഡികൾ. ഇതാണ് ആ ചിത്രത്തിലുള്ളത്. ഈ സമയത്താണ് ആ വൈറ്റ് കളർ വാൻ സ്റ്റെഫനീനെയും അലക്സിനെയും പാസ് ചെയ്തു പോകുന്നത്. എന്നാൽ അലക്സും ഫ്രാങ്കും ആണെങ്കിൽ അതൊന്നും കാര്യമാക്കുന്നില്ല. കീത്തിൻ്റെ അടുത്തോട്ട് എത്താനുള്ള ഓട്ടത്തിലാണ്. എന്നാൽ സ്റ്റെഫനി ആ വാൻ കണ്ടതും ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അവൾ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇതേ സമയം അലക്സും ഫ്രാങ്കും ആണെങ്കിൽ ബ്ലൂ കളർ കാറിൻ്റെ അടുത്തെത്തി. അവിടെയാണെങ്കിൽ ആകെ ചോരയാണ്. അത് മാത്രമല്ല, കീത്തും അവൻ്റെ ഗേൾഫ്രണ്ടും മിസ്സിംഗ് ആണ്. അപ്പോഴാണ് സ്റ്റെഫനി പറഞ്ഞ വൈറ്റ് കളർ വാനിനെ കുറിച്ച് അവർക്ക് ഓർമ്മ വരുന്നത്. എടാ, ആ വൈറ്റ് കളർ വാനല്ലേ കുറച്ചു മുമ്പ് അങ്ങോട്ട് പോയത് എന്നും പറഞ്ഞ് വണ്ടിയെടുത്ത് അങ്ങ് പോവുകയാണ് സ്റ്റെഫനി നിൽക്കുന്ന ഏരിയയിലോട്ട്. ഇതേ സമയം സ്റ്റെഫനി വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്കാണെങ്കിൽ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. ബോബി, സ്റ്റെഫനിയുടെ അമ്മ, ബ്രദർ, ഇവർ 3 പേരും കൂടെ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. എന്നാൽ സ്റ്റെഫനിയുടെ സ്റ്റെപ്പ് ഫാദർ കാറിൻ്റെ അടിയിൽ കിടന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇവരെ പാസ് ചെയ്തു പോയ കൊലയാളികളുടെ അതേ വൈറ്റ് കളർ വാൻ ഇവരുടെ നേർക്കങ്ങ് വരുന്നത്. ഇത് കണ്ടേക്ക് സ്റ്റെഫനിയാണെങ്കിൽ പേടിച്ചോടുന്നു. ഈ വാനാണേലോ ഇവരുടെ കാറിൻ്റെ മേളിലോട്ട് ഒരൊറ്റ ഇടി. അതോടുകൂടെ സ്റ്റെപ്പ് ഫാദർ കാറിൻ്റെ അടിയിൽ പെട്ട് അരഞ്ഞില്ലാണ്ടാവുന്നു. അതുമാത്രമല്ല, 2 കാറുകൾക്കിടയിൽ ഇറുകിപ്പിടിച്ച് മരിക്കുകയാണ് ജാക്ക്. ഇവരെല്ലാവരും ആകെ സ്റ്റെക്കാവുന്നു. അമ്മയും ബ്രദറും ചോരയിൽ കുളിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് ഫ്രാങ്കും അലക്സും കൂടെ അങ്ങോട്ടെത്തുന്നത്. ബോബിക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. അവൾ വേഗം തന്നെ ആ വാനിൻ്റെ ഡ്രൈവറെ പിടിച്ച് താഴെയിടാൻ നോക്കുന്നു. എന്നാൽ അത് സാക്ഷാൽ കീത്തായിരുന്നു. അവൻ്റെ 2 കൈകളും സ്റ്റീറിങ്ങിൻ്റെ മുകളിൽ ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആൻഡ് ഹീസ് ഡെഡ്. അവൻ്റെ കഴുത്തിൽ ബുള്ളറ്റ് കൊണ്ട പാടുണ്ട്. ഇതൊക്കെ കണ്ട് ബോബിയാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഈ കീത്തിൻ്റെ തൊട്ടപ്പുറത്ത് തുണിയിൽ കെട്ടിവെച്ച ഒരു ഹോസ്റ്റേജ് ഉണ്ട്. അവർക്കാണെങ്കിൽ ജീവനുണ്ട്, അതും ഒരു സ്ത്രീയുടെ സൗണ്ടാണ്. ഇത് കേട്ടേക്ക് ബോബി അവരെ രക്ഷിക്കാൻ നോക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് അലക്സ് ആൻഡ് ഫ്രാങ്ക് അങ്ങോട്ടെത്തുന്നത്. അവിടെ നടന്ന കോലാഹലം കണ്ട് കിളി പറന്നിട്ടാണ് 2 പേരും ഇരിക്കുന്നത്. അങ്ങനെ ഫ്രാങ്ക് വാനിൻ്റെ ബാക്ക് സൈഡ് വാച്ച് ചെയ്യുന്നു. അലക്സ് ആണേലോ വാനിൻ്റെ മുകളിലോട്ട് അള്ളിപ്പിടിച്ച് കയറുന്നു ആ സ്ത്രീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്നാണ് കീത്തിൻ്റെ തലയുടെ പുറകിൽ നിന്ന് ആരോ അലക്സിനെതിരെ ഷൂട്ട് ചെയ്യുന്നത്. അലക്സ് ആണെങ്കിൽ ചില്ലും തകർന്ന് അകത്തോട്ടാണ് വീഴുന്നത്. സോ വാനിൻ്റെ പുറകിലായിട്ട് കൊലയാളി ഒളിച്ചിരിപ്പുണ്ട്. അലക്സിൻ്റെ കൈയിൻ്റെ മുകളിലാണ് ബുള്ളറ്റ് കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കൈയിൻ്റെ മുകളിൽ പരിക്കാവുന്നത്. ഇതേ സമയം ബോബി വാനിൻ്റെ വാതിലങ്ങ് തുറക്കുന്നു. അതോടുകൂടി ആ സ്ത്രീ അവളുടെ മേലോട്ടാണ് വീഴുന്നത്. അപ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കുന്നത്. അത് സത്യം പറഞ്ഞ ഹോസ്റ്റേജ് അല്ല, ഹോസ്റ്റേജിൻ്റെ രൂപത്തിലിരിക്കുന്ന 2ാമത്തെ കൊലയാളി. എന്നാൽ മാസ്ക് ധരിച്ചുകൊണ്ട് ആരാന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ബോബിയാണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് വണ്ടിയുടെ അടിയിലോട്ടാണ് പോകുന്നത്.
എന്നിട്ട് അവൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ഹോസ്റ്റേജ് ആണ് കൊലയാളി എന്നുള്ളത്. ഇത് കേട്ടേക്ക് അലക്സ് വാനിന്റെ അകത്തുനിന്ന് ഹോസ്റ്റേജിന്റെ വേഷം കെട്ടിയ ആളെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ കൊലയാളികൾ ഫ്രാങ്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കി. അതുമാത്രമല്ല, സ്റ്റെഫനിയുടെ അമ്മ, ബ്രദർ രണ്ടുപേരും കൊല്ലപ്പെടുന്നു. ഇതൊക്കെ കണ്ട് പേടിച്ചുറച്ച ബോബി സ്റ്റെഫനീനെയും കൊണ്ട് പോലീസ് വണ്ടിയിൽ ഒളിച്ചിരിക്കുന്നു. ഈയൊരു കഥയാണ് ഇവർ 3 പേരും പറയുന്നത്. ഇതൊക്കെ കേട്ടപാട് സാമു പറയാണ്, മോനെ അലക്സേ, നീ ഒളിക്കുന്ന കാര്യം ഞാൻ പുറത്തു കൊണ്ടുവരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മോട്ടൽ കാണിക്കുന്നത്. അവിടെ പുതുതായിട്ട് 3 ഡെഡ് ബോഡികൾ കണ്ടെത്തി. അത് വേഗം തന്നെ സ്റ്റേഷനിലോട്ട് വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ സാമു ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ചോദ്യം ചെയ്യലങ്ങ് അവസാനിപ്പിക്കുന്നു. എന്നിട്ട് എലിസബത്തിനെയും ഡെക്രാസോനെയും റൈറ്റിനെയും മോട്ടലിലേക്ക് പറഞ്ഞേക്കുന്നു പുതിയ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ. എലിസബത്ത് പോകുന്നതിന് മുമ്പ് സാമിനൊരു പ്രത്യേക ടാറ്റയും കൊടുത്തിട്ടാണ് പോകുന്നത്. ഇതെല്ലാം സ്റ്റെഫിനി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ സ്റ്റെഫിനി എലിസബത്തിനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ എലിസബത്ത്, ഡെക്രാസോ, റൈറ്റ് 3 പേരും കൂടെ മോട്ടലിലേക്ക് യാത്ര തിരിച്ചു. അതും എലിസബത്തിന്റെ കാറിൽ. ഇതേസമയം സാം അലക്സിനെയും ചീഫിനെയും ബോബിനെയും സ്റ്റെഫിനെയും ഒറ്റ റൂമിലേക്ക് മാറ്റുന്നു. എന്നാൽ സ്റ്റെഫിനിക്കാണെങ്കിൽ അതിനകത്തിരിക്കാൻ ഒരു പ്രത്യേക ഭയം. സോ അവൾ പുറത്തേക്ക് പോകുന്നു. സ്റ്റെഫിനി, എങ്ങോട്ടും പോകാൻ പറ്റില്ല, അകത്ത് കയറ്. അപ്പോഴാണ് സ്റ്റെഫിനി ഒരു സീക്രട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതേസമയം ഡെക്രാസോ കാറിൽ നിന്ന് കിട്ടിയ കുറച്ച് ഫോട്ടോസ് എല്ലാം പരിശോധിക്കുന്നു. അതിൽ നിന്ന് അങ്ങേർക്ക് ഒരു കാര്യം വ്യക്തമായി, സാം ആൻഡ് എലിസബത്ത് കപ്പിൾസ് ആണ്. ഇതേസമയം സാം അവരുടെ റൂമിലോട്ട് അങ്ങ് കയറി ചെല്ലുന്നു. എന്നിട്ട് ആദ്യം തന്നെ അലക്സിന്റെ ഗണ്ണാണ് വാങ്ങുന്നത്. അലക്സെ, എനിക്ക് കുറച്ച് ഉത്തരങ്ങൾ കൂടെ കിട്ടാനുണ്ട്, അത് കിട്ടിയാൽ ഞാൻ ഈ ഗണ്ണ് തിരിച്ചു തരാം എന്നും പറഞ്ഞ് ഗണ്ണങ്ങ് വാങ്ങുന്നു. അലക്സെ, നിന്റെ പാർട്ട്ണറായ ഫ്രാങ്കിനെ കൊന്ന് ആ കൊലയാളിയാന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, ഒരിക്കലുമല്ല. നീ പറയുന്നതെല്ലാം നുണയാണ്. ഫ്രാങ്കിനെ കൊന്ന് ആ കൊലയാളികളല്ല, നീയാ. ഇത്രയും ഉറപ്പിച്ച് പറയാൻ താൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ? ഉണ്ടായിരുന്നു, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കേട്ടേക്ക് ഇവരാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ഡെക്രാസോ വണ്ടിയിലിരിക്കുന്ന ഫോട്ടോസ് എല്ലാം നോക്കുന്നത്. അതിനകത്ത് നോർമൽ ഫോട്ടോസ് മാത്രമല്ല, എലിസബത്തും സാമും കൂടെ സെക്സിൽ ഏർപ്പെടുന്ന ഫോട്ടോസ് ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല ഡെക്രാസോനെ ഞെട്ടിച്ച്. എലിസബത്തും സാമും കൂടെ സെക്സിൽ ഏർപ്പെടുമ്പോൾ അവരുടെ കൂടെ മൃതദേഹങ്ങളുണ്ട്. അതായത് ശവങ്ങളുടെ മുമ്പിൽ വെച്ച് സെക്സിൽ ഏർപ്പെടുന്ന ഒരു തരം ഡാർക്കായിട്ടുള്ള ഫാൻറ്റസി. ഇത് കണ്ടേക്ക് ഡെക്രാസോ ഗണ്ണെടുക്കാനിരിക്കുകയാണ്. എന്നാൽ ഡെക്രാസോ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഫോട്ടോസ് അവിടെ വെച്ച്. അങ്ങനെ എലിസബത്ത് റൈറ്റിനെയും ഡെക്രാസോനെയും അങ്ങ് തീർക്കുന്നു. ഇവിടെ സാമാണെങ്കിൽ ചീഫിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. അപ്പോഴാണ് ട്വിസ്റ്റുകൾ ഓരോന്നായിട്ട് റിവീൽ ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാലം നാടിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലേഴ്സ് എലിസബത്ത് ആൻഡ് സാമാണ്. മാസ്കും ധരിച്ച് ഓരോരുത്തരെയായിട്ട് തീർത്തോണ്ടിരിക്കും. അങ്ങനെ തീർത്തതാണ് ഫ്രാങ്ക്, ജാക്ക്, സ്റ്റെഫനിയുടെ അമ്മ, അച്ഛൻ, ബ്രദർ. ആ സമയത്തുണ്ടായിരുന്ന ഹോസ്റ്റേജിന്റെ വേഷം കിട്ടിയ കില്ലർ ഉണ്ടല്ലോ, സ്ത്രീ ശബ്ദം ഉണ്ടാക്കിയ കില്ലർ, അത് സാക്ഷാൽ സാമായിരുന്നു. അവനങ്ങ് അഭിനയിച്ച് കാണിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇവരാണെങ്കിൽ കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഫ്രാങ്ക്, അവൻ മരിക്കാൻ കാരണം സാമിന്റെ പ്ലാനാണേലും മരിച്ചത് അലക്സിന്റെ വെടികൊണ്ടിട്ടാ. ഹോസ്റ്റേജ് ആണ് കില്ലറെന്ന് ബോബി ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങേര് നൈസായിട്ട് മേലുണ്ടായിരുന്ന തുണി ഫ്രാങ്കിന്റെ തലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുന്നു. ഇത് കണ്ട് തെറ്റിദ്ധരിച്ചാണ് അലക്സ് അയാളെ അങ്ങ് തീർക്കുന്നത്. ഇതൊക്കെ പറയുന്ന സമയത്ത് ഒരുമാതിരി സൈക്കോയെ പോലെയാണ് അങ്ങേര് പെരുമാറുന്നത്. എന്നാൽ ഇതൊന്നുമല്ല കഥയിലെ ഹൈലൈറ്റ്. തൻ്റെ അമ്മേനെയും ബ്രദറിനെയും കൊല്ലുന്നത് കണ്ട് ഒട്ടും പേടിക്കാതെ നിൽക്കുകയാണ് സ്റ്റെഫനി. അവൾക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവളുടെ അമ്മയുടെ 2ാം കല്യാണം. അതിനോടുള്ള പക കാരണം ഒരു തരി കണ്ണീരോ ഭയമോ അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. അവൾ എന്താണോ ആഗ്രഹിച്ച് അതാണ് ആ കൊലയാളികൾ നടപ്പിലാക്കിയത്. ചുരുക്കി പറഞ്ഞ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഒരാളെ കൊല്ലുന്ന സമയത്ത് അവൾ നല്ല പക്ക ഇംപ്രസ്ഡ്. അവളുടെ ഉള്ളിൻ്റെ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എലിസബത്ത് അവളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയത്. അങ്ങനെ എലിസബത്ത് ഡെക്രാസോനെ റൈറ്റിനെയും ഉപേക്ഷിക്കുന്നു, തിരിച്ചു പോരുന്നു. ഈ സമയത്താണ് കഥയുടെ ബാക്കി കാണിക്കുന്നത്. ഫ്രാങ്ക് മരിച്ചതിന് ശേഷം അലക്സ് കൺട്രോൾ ഇല്ലാണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് എലിസബത്തിന് കൊള്ളുകയും ചെയ്തു. പിന്നെ സാം ഒന്നും നോക്കിയില്ല, അയാളുടെ തലയ്ക്കങ്ങടിക്കുന്നു, ബോധം പോകുന്നു. എന്നിട്ട് ഇവരാണേലോ ബോബിയും സ്റ്റെഫിനിയും ഒളിച്ചിരിക്കുന്ന പോലീസ് വണ്ടി അങ്ങ് തകർക്കുന്നു. എന്നാൽ അവരെ 2 പേരെയും തീർക്കുന്നില്ല. സ്റ്റെഫിനീനെ വെറുതെ വിടാൻ നേരത്തെ പറഞ്ഞ ഇമോഷണൽ കണക്ഷൻ തന്നെയാണ് കാരണം. പക്ഷെ ബോബി അവളെ ബാക്കി വെക്കാൻ ഒരു കാരണമുണ്ട്. അങ്ങനെ ഈ സമയത്താണ് സ്റ്റേഷനിലോട്ട് എലിസബത്ത് തിരിച്ചു വരുന്നത്. ഇവിടെ ജാനറ്റിനെ ഓൾറെഡി തീർത്തിട്ടുണ്ട്. അങ്ങനെ എലിസബത്ത് സാമിനെ കാണാൻ വരുന്നു. വല്ലാത്തൊരു കാമവെറിയിലാണ് വരുന്നത്. തൻ്റെ മുമ്പിലൊരു ശവമാണ്. പക്ഷെ അതൊരു ലഹരിയാക്കി മാറ്റി സെക്സിലേർപ്പെടാൻ ഒരുങ്ങാണ് രണ്ടും കൂടെ. അതിന് ബോബീനെയും കൂടെ യൂസ് ചെയ്യുന്നു. അവർക്കിഷ്ടപ്പെടുന്ന സ്ത്രീകളെ അവർ ബാക്കി വെക്കും. എന്നിട്ട് അവരുടെ കാമവെറി അവരുടെ മേലങ്ങ് തീർക്കും. എന്നിട്ടൊരു ബെൽറ്റ് കൊണ്ട് അവരുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോൾ അവരുടെ അവസാന ശ്വാസം എലിസബത്ത് വലിച്ചെടുക്കും.
വലിച്ചെടുക്കാന്ന് മാത്രമല്ല അതവൾ സാമിന് പാസ് ചെയ്യും. അങ്ങനെ ബോബീനെ തീർക്കുന്നു. ഇതേസമയം അലക്സ് ചീഫിൻ്റെ അരയിലെ ഗണ്ണെടുക്കുന്നു, അങ്ങ് പൊട്ടിക്കുന്നു. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാം അവനെ അങ്ങ് തീർക്കുന്നു. അങ്ങനെ ശവങ്ങൾക്ക് മുമ്പിലെ നീണ്ട സെക്സിന് ശേഷം അവരുടെ അടുത്ത് ഇരയെ തപ്പി പോകുന്നു. ഈ സമയത്താണ് മോട്ടലിലെ ഡെഡ് ബോഡികൾ കാണിക്കുന്നത്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. ഒരു സ്ത്രീ, 2 പുരുഷൻ. ഇതിലെ സ്ത്രീനെയാണ് സിനിമയുടെ ഫസ്റ്റ് സീനിൽ നമ്മൾ കണ്ട്. അവളുടെ ഭർത്താവിനെ കൊല്ലുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു, യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോട്ടി വെച്ച് കീത്തിനെ കാണുന്നത്. അവിടെയും ഇതേ സെയിം പ്രോസസ്സ്. പിന്നീടാണ് ഒരു ചാകര കിട്ടുന്നത്. എന്നാൽ അതിനകത്ത് പോലീസുകാർ ഇൻവോൾവ് ആയി. സോ അവരെന്തായാലും മേളിലോട്ട് റിപ്പോർട്ട് ചെയ്യും, FBI വരും. അങ്ങനെ അവർക്കായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ FBI വരുന്നു, അവരെ കൊല്ലുന്നു. അവരാണ് ഈ 2 പുരുഷന്മാർ. എന്നിട്ട് അവരുടെ ബാഡ്ജും കൊണ്ട് നേരെ സ്റ്റേഷനിലോട്ട്. ഇതാണ് നമ്മൾ ഇത്രയും നേരം കണ്ട്. അങ്ങനെ അവർ തിരിച്ചു പോകുമ്പോഴാണ് സ്റ്റെഫിനിയെ അവർ കാണുന്നത്. ഇനി സ്റ്റെഫിനി പറഞ്ഞ രഹസ്യം എന്താണെന്നറിയണ്ടേ? നിങ്ങൾ ആരാന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. അവരോടുത്ത ആ പ്രത്യേക ടാറ്റ റോഡി വെച്ചിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരാണ് കില്ലർ എന്നുള്ളത് സ്റ്റെഫിനി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവളെ വെറുതെ വിട്ടതും. അവളുടെ ഉള്ളിൻ്റെ ആ ക്രിമിനൽ മൈൻഡ് അവർക്ക് നന്നായിട്ടങ്ങ് ബോധിച്ചു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ട്വിസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ബൈ.